ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നല്ല അടിപൊളി ചക്കേൻ്റെയൊക്കെ സീസണാണ്. നമ്മൾ ആവശ്യത്തിന് ചക്ക തിന്നു കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ തിന്നു കാണുമ്പോൾ കോഴികളും വിചാരിക്കുന്നുണ്ടാവില്ലേ ഇവരും തലാക്കിൽ തീറ്റ നിന്ന്. അപ്പോൾ കോഴികൾക്കും കുറച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ നമ്മൾ ഏതായാലും ഇന്നൊരു ചക്ക വെക്കാൻ തീരുമാനിച്ച് നേരെ പറമ്പത്ത് പോയിട്ട് ചക്കയിട്ട് എന്നിട്ട് അതിൻ്റെ വരുന്ന കുരുവൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ വിചാരിച്ച് നേരെ കോഴികൾക്ക് ഒരു സദ്യ പോലെ ആക്കിയിട്ട് ഞാൻ കൊടുത്ത ആളാണ്. ഇതുപോലെ ചക്കക്കുരുവൊക്കെ നമ്മൾ തീറ്റയിൽ മിക്സായി കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് തീറ്റ ചിലവ് കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ കോഴികൾക്ക് വല്ലപ്പോഴും നമ്മൾ വെറൈറ്റി ആയിട്ട് എന്നാൽ കൊടുക്കണ്ടേ. ഈ പരമാവധി നമ്മൾ ഇതുപോലത്തെ സീസൺ ടൈമിൽ ചിലപ്പോൾ ചക്ക, കപ്പ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അത് കിട്ടുന്ന സമയം നമുക്ക് എന്താണ് ആ നാട്ടിൽ എന്തെങ്കിലും കിട്ടുന്നത് അത് ഇവർക്കും കൂടി കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഹാപ്പി ആയിരിക്കും, നമ്മൾ ഹാപ്പി ആയിരിക്കും. പല ആൾക്കാർ ഈ കോഴിനെ വളർത്തും പറയാറുണ്ട് നമുക്ക് ഇതുപോലെ ഫുഡ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അതായത് കോഴികൾക്ക് തീറ്റ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പച്ചക്കറി വേസ്റ്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന്. ഇതുപോലെ നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് ഇതുപോലെ ചക്കയും കൂവയും പിന്നെ അതുപോലെ നമ്മുടെ എന്താ പറയണ്ടേ കപ്പയും അങ്ങനെ എല്ലാം കുറച്ച് നമ്മൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കും കഴിക്കുകയും ചെയ്യാം. ഫുഡിൻ്റെ വേസ്റ്റ് വരുന്നത് നമുക്ക് കോഴികൾക്കൊക്കെ കൊടുത്തിട്ട് തീറ്റച്ചെലവ് കുറച്ചിട്ട് നമുക്ക് വളർത്താം. ഇപ്പോൾ ചില ആൾക്കാർ പീടിയെ പോയിട്ടായിരിക്കും വാങ്ങുന്നുണ്ട്, പച്ചക്കറി വേസ്റ്റ് അങ്ങനെ ഇതൊക്കെ ആയിട്ട് അവിടെ പോയിട്ട് വാങ്ങും. പക്ഷേ ഇപ്പോൾ അവിടെ അടക്കുന്ന മത്സരമാണ്. ഇപ്പോൾ ആ പീടിയിലൊക്കെ പോയി ചോദിച്ചാൽ പറയുന്നത് സാധനം കിട്ടാനില്ല. പണ്ടെല്ലാം അവർ അവിടെ പോയി കഴിഞ്ഞാൽ പറയൂ ഇതെങ്ങനെയെങ്കിലും എടുത്തിട്ട് ഇടുന്ന് പോകുമെന്ന് ചോദിക്കൽ. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ അവർക്ക് ഭയങ്കര ഡിമാൻഡായി. അതായത് സാധനത്തിനവിടെ ഡിമാൻഡ് ഉണ്ട്, അതന്നെ ഇപ്പോൾ എടുക്കാൻ കണ്ടവൻ ആളുണ്ട് വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പം കോഴിയെ വളർത്തുന്ന കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ട് അവർക്കറിയാം എങ്ങനെയാലും ഇത് പോകുന്നുള്ളത്. ഇനിയിപ്പോൾ അതെന്തെങ്കിലും ആയിട്ട് ഇനി നമുക്ക് ഏതായാലും നമ്മളെ പരിപാടിയിലേക്ക് പോവാം. നമുക്കിനിയിപ്പോൾ എന്ന് വെച്ചാൽ കോഴികൾക്ക് നല്ല അടിപൊളി ചക്കക്കുരു വേവിച്ച് പുഴുങ്ങിയിട്ട് പൊടിയായിട്ട് തീറ്റയിൽ മിക്സായിട്ട് കൊടുക്കണം. അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അതിൻ്റെ കൂടെ കുറച്ച് നമ്മളും കഴിക്കും കേട്ടോ. കുരുവല്ലേ ചക്ക, കുരുവും കഴിക്കലുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ കുരു കോഴിക്ക കൊടുക്കുന്നത്, ചക്ക നമ്മളും കഴിക്കും. അപ്പോൾ ഇത് കോഴിക്കോണ്ട തൊട്ടടുത്തിനുള്ള പ്ലാവാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ചക്ക എല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മൂത്ത് പറഞ്ഞാൽ നേരെ ഇങ്ങനെ തട്ടി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ പിന്നെ ക്ലീനിങ് പരിപാടിയെല്ലാം ഉണ്ടല്ലോ. ക്ലീനിങ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല, അതെല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്നെ ലെങ്ത് ആവും, വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ ചക്കക്കുരുവൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ നമ്മൾ പുഴുങ്ങിയിട്ടെടുക്കും. കുറച്ച് ഇതുപോലെ കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടി മാത്രം ഇട്ടാൽ മതി. അതിട്ടിട്ട് കുറച്ച് വിസിലടുപ്പിച്ച് നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ഇതൊന്ന് തണുക്കുമല്ലോ. തണുത്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ മിക്സി ഉണ്ടല്ലോ, നമ്മൾ കോഴിക്ക് വേണ്ടിയിട്ട് പഴയൊരു മിക്സി ഉണ്ട്, അത് കളഞ്ഞിട്ടില്ല. അപ്പോൾ ആ മിക്സിയിലിട്ടിട്ട് അടിക്കുക. അപ്പോൾ അതിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ട് ഇതുപോലെ പൊടിയാക്കിയിട്ട് എടുക്കൂ. ഇതാകുമ്പോൾ അവർക്ക് തിന്നാനും എളുപ്പമായിരിക്കും കേട്ടോ. അത് കാണാൻ തന്നെ നമുക്ക് തന്നെ തിന്നാൻ തോന്നുന്നുണ്ട്, അത് വേറെ കാര്യമോ. പക്ഷെ എന്നാലും നമ്മളിതേതായാലും കോഴിക്കാ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ നേരെ ചക്കക്കുരു പാത്രം എടുത്തിട്ട് നമ്മൾ കോഴിക്കൂട്ട് പോയി അതിനകത്ത് കുറച്ച് ചോറിൻ്റെ വേസ്റ്റ്, മീനിൻ്റെ മറ്റേ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് അതിനകത്ത് കുറച്ച് മുട്ടത്തീറ്റ എടുത്ത് ഇട്ട് മിക്സാക്കി ഈ കാണുന്ന മുട്ടത്തീറ്റയാണ് കേട്ടോ. അപ്പോൾ അതും ഇട്ടിട്ട് അത് ഒരു 2-3 സ്പൂണൊക്കെ നമ്മളിട്ടിട്ട്, സ്പൂൺ മീൻസ് കുറച്ച് വലിയ സ്പൂണാണ്, അല്ല ചിരട്ടി ആ ഒരു അളവിലായിട്ട് എടുക്കൽ. അപ്പോൾ അത് ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ മിക്സാക്കി കൊടുക്കൂ. അതാകുമ്പോൾ ഇത് ഒരു സമീകൃത ആഹാരം പോലെ ഇവർക്കെല്ലാമായി. അതായത് എന്താ പറയണ്ടേ, ചക്കക്കുരുവായി പിന്നെ നമ്മൾ മുട്ടത്തീറ്റയായി, ചോറ്, മീനിൻ്റെ വേസ്റ്റ് അങ്ങനെ എല്ലാം കൂടിയുള്ള ഇത് ഒരു ഫുഡായി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ പപ്പായ ഇല ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ എടുത്തിട്ടുണ്ടേനു. അപ്പോൾ അതും കൂടി ആഴ്ചയിൽ 2-3 ദിവസം പപ്പായ ഇല പിന്നെ വേറെ എന്തെങ്കിലും പുല്ല് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇട്ട് കൊടുക്കും. അവർ എൻജോയ് ചെയ്തിട്ട് നിന്ന് അല്ലേ തീറ്റ. അതുപോലെ നമ്മൾ ഇതുപോലെ എല്ലാം മിക്സ് ആയിട്ട് വെച്ചാൽ പല ഏരിയയിലായിട്ട് ഇട്ട് കൊടുക്കുക. കാരണം ഒരു സ്ഥലത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചില ഗില്ലാടികളുണ്ട്, അപ്പോൾ അവർ ചില ആൾക്കാർ തിന്നാൻ പെടില്ല. ചില പാവം പിടിച്ച കോഴികളൊക്കെ ഉണ്ട്, അപ്പോൾ അവരേക്കൊന്നും തിന്നാൻ പെടില്ല. അതുകൊണ്ട് ഇതുപോലെ ഓരോ സ്ഥലത്തായിട്ട് ഇട്ട് കൊടുക്കൂ. അതാകുമ്പോൾ വെച്ചാൽ അവരാടുന്ന് ഒരു സ്ഥലത്ത് ഇട്ട് കൊടുക്കുന്ന അവിടെ പോകും, പിന്നെ അടുത്ത് തിന്നാൻ പറ്റാത്ത ആൾക്കാരൊക്കെ അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് അനങ്ങാണ്ട് തിന്നോളും. അതുകൊണ്ട് ഇങ്ങനെ ഒരു 3 പാത്രത്തിലായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഒച്ചപ്പാട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അടി തീരുവില്ല ഇടാം. ഞാൻ ഈ കോഴിനെ വളർത്തുന്നത് ടെറസിൻ്റെ മേലെയാണ് കേട്ടോ. അപ്പോൾ ടെറസിൻ്റെ മേലെയാകുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഈ നമ്മൾ ഇളക്കി വിട്ട് വളർത്തുന്ന പോലെയല്ല, ഇവർക്ക് എല്ലാ ന്യൂട്രീഷനും കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ വീട്ടിൽ വരുന്ന ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയും ചെയ്യും. അതായത് മെയിനായിട്ട് ചോറുണ്ടാവും, പിന്നെ അതിൻ്റെ അകത്ത് നമ്മളെ മീനിൻ്റെ വേസ്റ്റ്, പിന്നെ നമ്മളെ പച്ചക്കറീൻ്റെ വേസ്റ്റ്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മുട്ടത്തീറ്റയും കൊടുക്കും. മുട്ടത്തീറ്റ കൂടുതൽ എന്ന പ്രശ്നം എന്നറിയാം, ഇവർ മുട്ടയിടില്ല. അത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. അത് എനിക്കങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കുറേ സമയമുണ്ടല്ലോ, കുറേ സമയം വെച്ച് ഉദ്ദേശിച്ചത് ഈ ഒരു മുട്ടയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾ വിരിപ്പിച്ച് ഇറങ്ങി നിൽക്കുന്ന അടുത്ത മുട്ട ഇടാൻ വേണ്ടി നിൽക്കുന്നൊരു സമയം. അപ്പോൾ ആ സമയം ഞാൻ മുട്ടത്തീറ്റ തീർന്നിട്ട് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വീട്ടിലെ നമ്മളെ സാധാരണ ചോറ് അത് ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത്, പക്ഷേ സാധാരണ ഒരു മുട്ടയിടുന്ന കാലയളവ് എത്തിയിട്ട് ഇവർ മുട്ടയിടുന്നില്ല. അപ്പോൾ അന്നേരം എനിക്ക് സംഭവം മനസ്സിലായത്, ഇതിപ്പോൾ നല്ല കുറേ മുമ്പേനും കേട്ടോ. അപ്പോൾ മുട്ടത്തീറ്റേൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മുട്ടത്തീറ്റ അതിനകത്തേക്ക് ആഡ് ചെയ്ത് മുട്ടത്തീറ്റ കഴിഞ്ഞ് കറക്റ്റ് ഒരാഴ്ച കൊണ്ട് തന്നെ ഇവർ മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു. ഇത് 2-3 പ്രാവശ്യം പരീക്ഷിച്ച് നോക്കി, അത് കറക്റ്റായിട്ട് അങ്ങനെ വർക്കൗട്ട് ആകുന്നുണ്ട്. കാരണം മുട്ടത്തീറ്റ ഇല്ലാണ്ട്
ഇത് മുട്ടയിടില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം എൻ്റെ കേസാണ്, ഞാൻ ടെറസിൻ്റെ മേലെ വളർത്തുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ബാക്കി നമ്മൾ പുറത്തൊക്കെ ഇട്ട് വളർത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മണ്ണിൽ നിന്ന് വീടുന്നൊക്കെ ചിക്കിച്ച് കഴിഞ്ഞാൽ അവർക്ക് വീടുന്നെല്ലാം അവിടെ നിന്ന് കിട്ടും. നമ്മളിവിടെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നമ്മൾ തന്നെ അവർക്ക് വേണ്ടുന്നെല്ലാം ഇവിടെ ചെയ്തു കൊടുക്കണം. കാരണം ടെറസിൻ്റെ മേലെ ആണല്ലോ, മണ്ണും ടെറസും നിങ്ങൾക്ക് വ്യത്യാസം അറിയാലോ, രണ്ട് ഇത് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടിൻ്റെ അവസ്ഥ പറഞ്ഞു, ഞാൻ പഴയ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പണ്ട് കഴിഞ്ഞ മഴയ്ക്ക് ഫുള്ള് വെള്ളം കയറ്റിയിട്ട് വെച്ചാൽ കുറേ പേരൻ സ്റ്റോക്ക് ഉണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെറിയ പൈസക്ക് കൊടുത്ത് ഒഴിവാക്കേണ്ടി വന്നിന്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഇങ്ങനെ ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഭയങ്കര നഷ്ടമായിരിക്കും. കാരണം ആ കൂട്ടിൽ വെള്ളം കയറിയിട്ട് മണത്തിന് നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയും. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ നാട്ടിൽ ഉള്ള സമയം തന്നെ ഫുള്ള് നമ്മൾ കവർ ചെയ്ത് സൈഡ് ഫുള്ള് കവർ ചെയ്തിട്ട് അകത്തേക്ക് വെള്ളം കയറാൻ പറ്റാത്ത രീതിയിൽ ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം നല്ല മഴക്കും വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഫുള്ള് സേഫാണ്, കോഴികൾ സേഫാണ്. അതുകൊണ്ട് നമുക്കൊരു സമാധാനമുണ്ട്. ഈ കോഴി വളർത്തുമ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ കറക്റ്റായിട്ട് കൂടും കാര്യങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് പോയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴേക്ക് ഭയങ്കരമായിട്ടൊരു ഐഡിയ നമുക്ക് കിട്ടും. അങ്ങനെ കാരണം ഈ മഴ മാത്രമല്ല എന്താ പറയണ്ടേ, മഴേൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഈ പട്ടി പൂച്ച മറ്റേ ഉടുമ്പ് മെരു അതിൻ്റെയൊക്കെ ശല്യമുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യണം. കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കെയർ ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം വേണ്ട, എന്തെങ്കിലും ചെറിയൊരു അബദ്ധം മതി എട്ടിൻ്റെ പണി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെപ്പോഴും കോഴിയെ വളർത്തുമ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. തീറ്റ പിന്നെ അതുപോലെ തന്നെ ഇവരെ കൃത്യമായിട്ട് പരിപാലിച്ച് വേണം നമ്മൾ മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നമ്മളെ പേരൻറ് സ്റ്റോക്ക് കയ്യിൽ നിന്ന് പോയി ആകെ ഉണ്ടായിരുന്ന 2 കോഴിയാട്ടോ, മീൻസ് 2 പട ഒരു പൂവ്. അപ്പോൾ അതിനെ വെച്ച് ഇപ്പോൾ നമ്മൾ വീണ്ടും നല്ല നല്ല കുഞ്ഞുങ്ങളൊക്കെ വിരിയിപ്പിച്ച് ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ പേരൻറ് സ്റ്റോക്കായിട്ട് ഉണ്ടാവുക. പൂവിനെ ചിലപ്പോൾ നമ്മൾ മാറ്റും, ഇപ്പോൾ ഏതായാലും മാറ്റുന്നില്ല, ഞാൻ അതിന് നോക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞിങ്ങനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ എൻ്റെ വീഡിയോക്ക് കമൻറ്റൊക്കെ വന്നിട്ട് നല്ല അടിപൊളി സൺ കളർ പൂവിനൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഏതായാലും നമ്മൾ എടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഏതായാലും ഇത് ഇങ്ങനെയൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകണം. കാരണം കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കാനുണ്ട് നമുക്ക്. കാരണം നമ്മളിപ്പോൾ ഈ വരുന്ന ഇനിയിപ്പം പുതിയ ബാച്ചിൽ വരുന്ന പടയൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് മുട്ടയിട്ടൊന്ന് സെറ്റാവട്ടെ. ഇപ്പം പൂവിനും അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. അതുവരെ ഇവൻ തന്നെ ഇവിടെ നിന്നിട്ട് പടം നയിക്കട്ടെ അല്ലേ. പിന്നെ നമ്മൾ ഈ നാടൻ കോഴിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മുട്ടക്കോഴിയുടെ പരിപാടി കൂടിയുണ്ട്. മുട്ടക്കോഴി എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നമ്മളെ ട്രസ്റ്റഡ് ഫാമേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള മുട്ടക്കോഴികളെ നമുക്ക് ഓൾ കേരള ലെവലിൽ നമ്മൾ സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇനം മുട്ടക്കോഴികൾ ഗ്രാമശ്രീ, BV3T, കൈരളി, കരിങ്കോഴി ചിലപ്പോഴേ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ സൊണാലി അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ BV3T ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പറും കൂടി ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ യുവകർഷൻ്റെ പേരിൽ നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട്. നമ്മളിതുപോലെ ചെറിയ ചെറിയ കോഴികൾ വീഡിയോ, ഫോട്ടോ, പിന്നെ നമ്മളെ കൃഷി, അങ്ങനെ അതിൻ്റെ ചെറിയ അപ്ഡേറ്റ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അവിടെ കൊടുക്കാറുണ്ട്. ഓക്കെ. ഇപ്പോൾ ഏകദേശം ഒരു 1700 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ അതിലൊന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്കത് സപ്പോർട്ടാവും. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ നമ്മൾ മാക്സിമം കോഴി വളർത്തൽ, പിന്നെ നമ്മുടെ വീട്ടിലെ ചെറിയ കൃഷി, പിന്നെ ചിലപ്പോൾ വല്ല നാടൻ പാചക രീതി അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് പോകാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് ഇതിന് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.